الشياطين فلا يخلصون إلى ما كانوا يخلصون إليه في غيره. മറദത്തു ശൈത്താൻ വേറെ തിങ്കളിൽ മുഅ്മിനീങ്ങളെ ഉപദ്രവിച്ചതുപോലെ ഈ തിങ്കളിൽ അങ്ങനെ ഉപദ്രവിക്കുള്ളതായോ അവകാശം ഇല്ലാണ്ടാക്കുന്ന പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കെട്ടിവെക്കറാച്ചുണ്ട്. വയുഗ്ഫറു ലഹും ഫീ ആഖിരി ലൈല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഓരോ ജാവര അവസാന സന്ദർഭത്തിൽ അങ്ങനെ ദോഷങ്ങളെല്ലാം പുട്ടുപൊറുക്കും തയ്യാറാവണം. അപ്പൊ ഖീല യാ റസൂലല്ലാഹ്, അഞ്ചാമത്തെ ഈ സവാലത്തിന്റെ വിഷയത്തിൽ ഒരു സവാൽ കേൾക്കലായിത്തോടെ, അല്ലാഹു റസൂലെ അഹിയ ലൈലത്തുൽ ഖദ്ർ, ഈ ചെന്നത് ലൈലത്തുൽ ഖദ്റ, ജാമനത്തെ അവസാനം ചൊല്ലുന്നത് ലൈലത്തുൽ ഖദ്റ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ അല്ലാഹ് വലാകിന്നൽ ആമില ഇന്നമാ യുവഫാ അജ്റഹു ഇദാ ഖദാ അമലു. ഇതാ എന്ന് ചൊല്ലുണ്ടായെങ്കിൽ പ്രവർത്തിക്കുന്നവനും അവനെപ്പ പ്രവർത്തിക്കാന അവൻ ആക്കിയ പ്രവൃത്തി അത് പൂർത്തിയാവരക്കും അതേ പ്രവൃത്തി പൂർത്തിയായ അതേ സന്ദർഭത്തിൽ അവന്റെ പ്രതിഫല കിട്ടലാവൂ. അതായത് അവന്റെ മദ്ഗരത്ത് കിട്ടത് അത് ഓരോ ജാവുള്ളത് ചെത്തുന്നത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നതിരെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ആക്കി. ഇത് വന്നൊരു റിപ്പോർട്ട് വന്നത് ഇമാം അഹ്മദ് മുസ്നദ് അഹ്മദ് എത്തിക്കുന്ന ചുറ്റുള്ളത്. ഈ ഒരു 5 വിഷയത്തിൽ ഞാൻ നിങ്ങളെ മുന്നോട്ട് വിവരിച്ചു തരാൻ ഇഷ്ടപ്പെട്ടത്. നമുക്ക് ഒന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ നമുക്ക് വഴിപാട്ട് തന്നത് വിഷയം നോക്കുന്നു. ഇത് ഈ 5 സബലത്ത് ഒരു ഉമ്മത്തിക്ക് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല സീമിതമാക്കിയ, അത് ആ ഉമ്മത്തിക്ക് മാത്രമേ ഖാസാക്കിയ. അങ്ക് നോക്കൊരു യൗർത്തോച്ചുന്നതിന്റെ ഈ സന്ദർഭത്തിൽ നിങ്ങൾ വന്ന് ഒരുമിച്ച് കൂടിയാണ്. ഇതുപോലെ നിങ്ങളെ പോലെ ടൈം ഉള്ളതായ എത്ര ആൾമാർ ചുറ്റുപാടുള്ളത് അതാറും ഈ ഒരു മജ്ലിസ് എത്തിയിട്ടില്ല ചുറ്റുള്ളത്. അങ്ങനെ ഒരു നസീബ് കേടിച്ചുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഈ ഒരു മജ്ലിസിന് വേണ്ടി ഖാസാക്കിയ, ഈ മജ്ലിസിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് സെലക്ട് ആക്കിയ. അത് വേറെ അല്ലാഹു സെലക്ട് ആക്കിയിട്ടില്ല. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിഅമത്തോ ഇൻഷാ അല്ലാഹു തആല ഞങ്ങളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കുകയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന്റെ വിഷയത്തിൽ എന്ത് ചൊന്നു? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായത്തിന്റെ വിഷയത്തിൽ ചൊന്നു എന്ത്? കുൻതും ഖൈറ ഉമ്മ, കുൻതും ഖൈറ ഉമ്മ, ഉമ്മത്തിൽ വെച്ചത് ഖൈറായ നിങ്ങൾ. എന്തിന് നിങ്ങൾ സ്വഭാവം ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ സ്പെഷ്യാലിറ്റി എന്തിന് ചെന്നിട്ട് നിങ്ങൾ ആൾമാർക്ക് വേണ്ടി നീക്കി വെക്കപ്പെട്ട, നിങ്ങൾ നിശ്ചയിക്കപ്പെട്ടത് ആൾമാർക്ക് വേണ്ടി. തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ ആൾമാരോട്ടിക്ക് ചൊല്ലാറ്, നിങ്ങൾ ആൾമാരോട്ടിക്ക് തൗഹീദിനെ വിഷയം ചൊല്ലാറ്. തൗഹീദിൽ പിന്നെ നിങ്ങൾ എന്തെല്ലാം നല്ല കാര്യമുണ്ടോ അതെല്ലാം നിങ്ങൾ ആൾമാർക്ക് പഠിപ്പാട്ടി കൊടുക്കാറ്. വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ ആൾമാരെ ശിർക്കിൽ തൊട്ട് തടയുറാറ്. അതിൽ പിന്നെ എന്തെല്ലാം ബെടക്കത്തറുണ്ടോ അതെല്ലാം നിങ്ങൾ ആൾമാരിൽ നിന്ന് തടയുറാറ്. വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മേൽ ഈമാൻ വെക്കറാറ് ചൊല്ലില്ലേ. ഈ സ്പെഷ്യാലിറ്റി നിങ്ങളുടെ മേലുണ്ട്. ഈ സ്പെഷ്യാലിറ്റി നിങ്ങളുടെ മേൽ ഇന്ന സബർ അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെല്ലാം സമുദായത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താക്കിയ സെലക്ട് ആക്കിയ ചൊല്ലുന്നത്. അപ്പൊ ഈ സന്ദർഭത്തിൽ ഒന്നാമത്തെ പോയിന്റ്, ഒന്നാമത്തെ സവലത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കുള്ളത് ഇങ്ങനെ എത്തിക്കുന്നു. എന്തോ ഞങ്ങളെ നോമ്പുകാരനായ ഒരുത്തർ വായിൽ നിന്ന് പണ്ടതായോ ആ ഒരു മണം ഉണ്ടല്ലേ, ആ മണം അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ഇഷ്ടപ്പെട്ട ചൊല്ലുന്നത്, എത്ര ഇഷ്ടപ്പെട്ട ചൊല്ലുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല. അത് കാരണമാണ് ഈ മണവറു കാരണമാണ് അത് മനുഷ്യരെ അമാശയ അത് വണങ്ങിത്തിക്കുമ്പോ അതിൽ നിന്ന് പണ്ടതായ ആ ഒരു മണ മനുഷ്യരെ വായിൽ ആ നോമ്പുകാരുടെ വായിൽ നിന്ന് പുറത്ത് പണ്ട് അതിന് പോവാട്ടു അവನು പല ചില പ്രയത്ന ആക്കിയെങ്കും അത് ആ വയറിനോർക്കുള്ളതായ അവകാശം ഇല്ലാത്ത സമയം ആ മണയില്ലാണ്ടാക്കുക പരിപൂർണമായിട്ടും അവർക്ക് സാധ്യമായില്ലെങ്കിൽ അത് അവൻ കുറ്റക്കാരനല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരത്തര നാളൊട്ടിക്ക് ഒരു മൂമിന്റെ ഉപദ്രവ വേറൊരു മൂമിന് ആവില്ല. ഈ തിരത്തര നാളെ ജാഗ്രതയാക്കിയിട്ടും പിന്നും പന്തിണ്ടായെങ്കിൽ അവന്റെ കയ്യുടെ കാണാൻ അപ്പുറത്ത് അത് അവർക്ക് സാധ്യമല്ലാത്ത രൂപത്തിൽ അവരുടെ വായിൽ നിന്ന് പന്തിണ്ടായെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആ ഒരു സ്വഭാവത്തും ബാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ബാക്കി നിങ്ങൾക്ക് അത് കഷ്ടമായെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്തുള്ളത്. സന്ദർഭം മനസ്സിലാക്കൂ. എപ്പോഴെങ്കിലും നിങ്ങൾ പള്ളിക്ക് പോകണ്ടായെങ്കിൽ ആ പള്ളിക്ക് പോകുമ്പോൾ നിങ്ങളുടെ ബായി നാറുണ്ടായെങ്കിൽ
മലായികത്തുക്ക് ഉപദ്രവം ചൊല്ലു അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിരിക്കുമ്പോ ഈ ഒരു സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് റമദാനിലെ സന്ദർഭത്തിൽ ആരെ വായിലെങ്കിലും അങ്ങനത്തെ ഒരു മണ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രയത്നത്തിൽ പുറമെ പിന്നെ മണ വന്നിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അങ്ങനെ നല്ലൊരു പ്രവർത്തനമായിട്ട് അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവമായിട്ട് അല്ലാഹു സ്വീകരിക്കുന്നത് ഈ ഒന്നാമത്തെ സബലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കൂലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കുന്നത് അതിന് റീഹുൽ മിസ്കായിട്ട് കസ്തൂരിയുടെ മണായിട്ട് അല്ലാഹു അത് സ്വീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുത ഏതുപോലെ ഈ ഒരു എല്ലാ തരം പ്രയത്നപ്പെട്ടതും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രയത്നത്തിൽ അങ്ങ് കാമ്യാബായില്ലെങ്കും, അതായത് കാമ്യാബ് ചെന്നിട്ട് അങ്ങ് ആ മണപറ തീരാ ചൊല്ലിലെ ഒരു പ്രയത്നാക്കിയതും അതിലങ്ങ് കാമ്യാബായില്ലെങ്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ അങ്ങനെ പ്രയത്നത്തെ എന്താക്കണം, അങ്ങനെ പ്രയത്നത്തെ അവൻ അംഗീകരിക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല. ഏതുപോലെ ഹജ്ജിൽ വന്നൊരാളാണ്, ഹജ്ജിൽ വന്ന് ആ ഹജ്ജിൽ ബന്ധിക്കുമ്പോ അങ്ങ് അവിടെ മരിക്കുന്നവരുണ്ടായി, ഹജ്ജിൽ ബന്ധ അങ്ങനെ ആയുസ് തീരുണ്ടായി. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വിഷയത്തിൽ ചൊല്ലോ എന്തേ മലായികത്തെ കാട്ടി ചൊല്ലോ ഉംറു ഇലാ ഇബാദി ഹൗലായി ജാഊനി ശുഅസൻ വഗുബറ. നോക്കൂ, നന്റെ ഈ അടിമമാർ എത്ര കഷ്ടപ്പെട്ടിട്ട് തടിപൊടിയാക്കിയിട്ട് മേലുള്ള ദൂർ കൊടുത്തിട്ട് ബന്ധുക്കൾ തന്നെ മുട്ടാച്ചുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിക്ക് വന്ന ആൾമാരെ കാണിച്ചോള. അതുപോലെ അങ്ങ് ഏതൊരു അതേ അവസ്ഥയിൽ മരിക്കപ്പെടുന്നവരുണ്ടെങ്കിൽ അങ്ങനെ എന്താക്കില്ല കുളിപ്പാട്ടമാര്, പിന്നെ അങ്ങനെ തലമറക്കാമാര്, അങ്ങനെ അതേ അവസ്ഥയിൽ അള്ളാഹു മുന്നോട്ട് അങ്ങനെ ലബ്ബൈക്ക് ചൊല്ലു തൽബിയത്ത് ചൊല്ലു ബണ്ടർ ചൊല്ലുന്നത് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാക്കി ചെന്ന് അനുകൂലതായോ ആ ഒരു അവസ്ഥ അങ്ങനെ ആ അവസ്ഥയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂ ഇഷ്ടപ്പെടുക ചൊല്ലുന്നത്. ആര് അവന്റെ റബ്ബർ ഇഷ്ടപ്പെടാൻ വേണ്ടിട്ട് റബ്ബർ ഇഷ്ടത്തിന് വേണ്ടിട്ട് എന്തെല്ലാം ഇബാദത്തിൽ പ്രവർത്തനാക്കാനോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവർത്തനത്തെ എന്താക്കുക ചിന്തത് സ്വീകരിക്കുക, അതൊക്കെ കതിരാക്കുക, അതൊക്കെ വേണ്ടിതായോ മഹത്വം കൊടുക്കുക ചിന്തത് ഈ ഇതിൽ നിന്ന് മനസ്സിലാവുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില വസ്തുത ബലക്കിറ, ചില വസ്തുത വിരോധിച്ചിറ, ആ വിരോധത്തെ അങ്ങനെതാക്കിയത് അതിൽ അതേപോലെ പാലനാക്കിക്കൊണ്ടുള്ളത്. അതേപോലെ റമദാനിൽ അങ്ക് ഹലാലായ തണ്ണി ഹറാമാവു, ഹലാലായ റിസ്ക് അങ്ക് ഹറാമാവു, ഹലാലായ തടിയുടെ ആശ അങ്ക് ഹറാമാവു, അതിലെല്ലാ നിലക്കും അവൻ അതിന് പാലനാകുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല എന്താക്കുക അതിന് ഇഷ്ടപ്പെടുക ചുന്തരതെത്തിക്ക്. രണ്ടാമത്തെ പോയിന്റ് എന്ത്, മലായികത്തിരങ്ങ അങ്ക് വേണ്ടി ദ്വാരക്കരുത്. മലായികത്തിരങ്ങ അങ്ക് വേണ്ടി ദ്വാരക്കരുത്. മലായികത്തിരങ്ങ സ്വന്തമായിട്ട് എന്തും ആഗ്രഹമല്ല, സ്വന്തമായിട്ട് അങ്ങനെ ഒരു തീരുമാനത്തിൽ വേണ്ടതല്ലത്. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. അങ്ങനെ സ്വന്തമായിട്ട് ആക്കില്ല ചുറ്റലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തെളിവ് ചൊല്ലോ. ലാ യഅസൂന അല്ലാഹ മാ അമറഹും, റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ക് എന്തിനെ കൽപ്പിച്ചാണ് എന്തിനെ ആദേശിച്ചാണ് അതിനെ അധികരിക്കലല്ല. വയഫഅലൂന മാ യുമറൂൻ, അങ്ങ് എന്തിനെ പ്രവർത്തിച്ചാറ് എന്തിനെ പ്രവർത്തിക്കാറ് അത് അങ്ങ് കൽപ്പിക്കപ്പെട്ടതേ ചുറ്റല്. റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനൊരു ദുആക്ക് ചൊല്ലുക, ആ ദുആ കബൂലാക്കുന്നത് അവന്റെ മേല് അവൻ എന്താക്കിറ വാജിബാക്കി വെച്ചിറ. എന്തിന് ഈ മഗ്ഫിറത്ത് വേണ്ടി കേൾക്കുന്ന ചുറ്റലത്തിന് അർത്ഥം തരും. നോക്കൂ, ഞങ്ങളുടെ ചുറ്റുപാട്ടില് അങ്ങ് എപ്പോഴുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അങ്ങ് ഒരു പൽക്കും അങ്ങ് മനുഷ്യന്മാർ ഒരു പൽക്കും അങ്ങനെ നാവിലൂടെ വണ്ടില്ല അതിനെ മുട്ട അങ്ങനെ അങ്ങ് എഴുതപ്പെടാത്ത അവസ്ഥയിൽ എപ്പോഴും എഴുതപ്പെട്ടതേക്ക്. അപ്പം റഖീബും അതീദ് പോലെ മലായികത്തിറങ്ങ കിറാമും കാത്തിബിൻ മാന്യന്മാരായോ ആ മലായികത്തിറങ്ങ എഴുതി വെക്കിറങ്ങ ചുറ്റുപാടുള്ളൊരു ചൊന്തലത് ഞങ്ങൾക്ക് എപ്പോഴും ഒരു ബോധമുള്ളത്, ആ ബോധക്കുള്ളത് ഞങ്ങൾ മനസ്സിലാക്കും. ആ സന്ദർഭത്തിൽ ഞങ്ങളെ ദോഷത്തോ ഞങ്ങൾ ആക്കിற ദോഷത്തോ എന്താക്കുന്നത് ഈ മലായികത്തിറങ്ങ ഒനിപ്പാട്ടി വെക്കാറ് ദൈനിക മഗ്ഫിറത്തിന് വേണ്ടി തേടുന്ന ചുറ്റുള്ള ഉദ്ദേശം. അങ്ങ് ദുനിയാവ് വെച്ചിട്ടും അത് ഞങ്ങളെ ദോഷത്തെല്ലാം ഒനിപ്പാട്ടി വെക്കാറ്, ആഖിറത്തിൽ വെച്ചിട്ടും അങ്ങനെ ദോഷത്തെ ഒനിപ്പാട്ടി വെക്കാറ്. റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ആദേശം കൊടുത്ത സബറു ആ ആദേശം അതുപോലെ പാലനാക്കുന്നത് ഇത് വിശേഷമായിട്ടും മോമിനിക്കുള്ളത് ചിന്തത്തിൽ മനസ്സിലാക്കൂ. എല്ലാ ആദമർക്കും തപ്പാഗ്രഹമേ, എല്ലാ ആദമർക്കും തപ്പാഗ്രഹമേ.
അങ്ങ് എപ്പോഴും അങ്ങനെ തപ്പുന്നു കണക്കിറക്കാനും മീറുക്കും സാധ്യത്തില്ലങ്ങ. അതുപോലെ റബ്ബുര മഗ്ഫിറത്തിന അഗത്യമില്ലങ്ങ, റബ്ബുര മഗ്ഫിറത്തിന അഗത്യമില്ലങ്ങ. അതുകൊണ്ട് മലായിക്കത്തിറങ്ങ അങ്ങ് വേണ്ടിട്ട് ദുആർക്കാറ്, അങ്ങ് വേണ്ടിട്ട് മഗ്ഫിറത്ത് വേണ്ടി കേട്ടുകൊണ്ടിരിക്കാറ്. രണ്ടാമത്തോ മഹത്തരമായോ ഒരു സവലത്തേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല തറഫിൽ നിന്നുണ്ടായത്. മൂന്നാമത്തെ മഹത്തരമായ സവലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പുതിയ പെണ്ണ് പോലെ ആക്കുന്ന സ്വർഗത്തെ ശൃംഗരിക്കുക ചുറ്റുള്ളത്. പണ്ടർ കുറെ ഇബാദു സ്വാലിഹിങ്ങ നല്ലതായ ആബിദിങ്ങ നിന്റെ മക്കൾ പണ്ടറ്, നിന്റെ മുട്ട പണ്ടറ്, അങ്ങക്ക് വേണ്ടിട്ട് നീ തയ്യാറാവും ചുറ്റുള്ളതായോ ആ ഒരു പൽക്ക അതിരൊട്ടിക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ചൊന്നുകൊണ്ടിരിക്കണം. എങ്ങനെ എല്ലാ നിലക്കുള്ളത് മശക്കത്ത് അനുഭവിച്ചോളൂ. നിങ്ങൾ മനസ്സിലാക്കും മശക്കത്ത് ചുറ്റുള്ളത് ഈ സന്ദർഭത്തിൽ ഈ ഒരു കാലാവസ്ഥയിൽ സാധ്യത ഉള്ളതായ ഒരു വിഷയം. യാറെ സാധ്യത ഉള്ളത് മശക്കത്തുള്ളത്. ഇന്നലെ നോമ്പ് പിടിച്ചിട്ടില്ല, കഴിഞ്ഞ വർഷം ഇനി ഒരു നോമ്പ് പിടിച്ചിട്ടില്ല, ഇല്ല 2-3 സുന്നത്ത് നോമ്പല്ലാന്ന് പറഞ്ഞു. ഒരു നോമ്പ് പിടിച്ചിട്ടില്ല. പിറ്റാണ്ട് നോമ്പ് സുബൈൽ, പിന്നെ ആ ബജറിൽ, പിന്നെ 3:30 ഗಂಟೆൽ, പിന്നെ 6:30 ഗಂಟೆ തോറും മനുഷ്യ അനുഭവിക്കും സാധ്യതയുണ്ട്. അല്ലാമാര് പരത്തിൽ സ്വറാക്കരക്ക് അത് ചമ്മ ഒരു മശക്കത്തുള്ള അവസ്ഥയെത്തിക്കല് റബ്ബുറ ഉദ്ദേശിച്ചിട്ട് മാത്രമേ അവന് ആ ഒരു മശക്കത്ത് അനുഭവിക്കാണ്ടായെങ്കിൽ അവർക്ക് വേണ്ടി ശൃംഗരിക്കപ്പെട്ടതായ സ്വർഗമുണ്ട് ചുറ്റുള്ളത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഉമ്മത്തുക്കുള്ളതായ വിശേഷ സവലത്തിന് എടുത്തു ചൊല്ലുന്ന കൂട്ടത്തിൽ ഇത് ചെന്ന് മനസ്സിലാക്കൂ. നാലാമത്തെ സവലത്ത് അതെന്തോ ശൈത്താൻമാരോ കെട്ടിവെക്കല ഒരു ചങ്ങലല്ല ചുറ്റുന്നത്. ശൈത്താൻമാരോ മറന്നത് ശൈത്താൻമാരായോ ദുഷ്ടന്മാരായോ അഹങ്കാരിമാരായോ ധിക്കാരിമാരായോ കണക്കിറക്കാണ് യാരം മീറുന്നതായോ ശൈത്താൻമാരോ കെട്ടിവെക്കുന്നതായോ ഒരു സന്ദർഭം ഇത് ഈ റമദാന്റെ ഓർമാണ്, റമദാന്റെ ജാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ശത്രുമാരോ മുഅ്മിനീങ്ങളെ ശത്രുമാരോ കെട്ടിവെച്ചിരിക്കുക. ശത്രുമാരോ എന്റെ മുഅ്മിനീങ്ങളോ എന്റെ സ്വാലിഹായ അടിമമാരോ നിങ്ങൾ ഉപദ്രാക്കുള്ളതായ അവകാശം ഈ കാലഘട്ടത്തിൽ, ഈ റമദാൻ ചുറ്റിലെ കാലഘട്ടത്തിൽ നിങ്ങൾക്കുള്ളതായ അവകാശം തടയപ്പെടലാവും. നിങ്ങളുടെ അവസ്ഥ എന്തിന് ഈ ശൈത്താന്മാരുടെ അവസ്ഥ